സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ എല്ലാവർക്കും. കുടുംബത്തിലായാലും സ്വന്തം മക്കൾക്കായാലും അനന്തരവർക്കായാലും പെങ്ങന്മാർക്കായാലും എല്ലാവർക്കും അദ്ദേഹം സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. അത് എങ്ങനെ മറക്കാൻ ഒക്കും? കൂടിക്കൂടി ഓരോ സന്ദർഭത്തിലും നമ്മൾ അദ്ദേഹത്തിനെ ഓർക്കും. എന്താ വെച്ചാൽ അദ്ദേഹം ആ സന്ദർഭത്തിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ജനിക്കാൻ യോഗം തരണേ ഭഗവാനെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അദ്ദേഹത്തിന് വീട്, ജോലി ഇത് രണ്ടുമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വല്ല ക്ലബ്ബിൽ പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുക അങ്ങനത്തുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ജോലി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഉള്ള ഫ്രണ്ട്ഷിപ്പുണ്ട്, ധാരാളമുണ്ട്, ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ അദ്ദേഹം ക്ലബ്ബിലൊന്നും പോവില്ല. വീട്ടിൽ വന്ന് അച്ഛനും മക്കളും തൊട്ടപ്പുറത്ത് പെങ്ങളാണ് താമസിക്കുന്നത്, ഏറ്റവും ഇളയ പെങ്ങൾ. അദ്ദേഹത്തിൻ്റെ 2 മക്കളും, ഇങ്ങനെ 4 മക്കളാണ് ഞങ്ങൾക്ക്. ഇവരൊക്കെ ആയിട്ട് കളിപ്പിച്ച് ഇവരെ എടുത്ത് കളിപ്പിക്കുക, ഇവരുടെ കൂടെ കളിക്കുക, അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യം. അദ്ദേഹം വീട്ടിലെ ആണുങ്ങളിൽ അവർ 8 പേരായിരുന്നു. അതിൽ 6ാമത്തെ ആളാണ്, അവൾ 8ാമത്തെയാണ്. ഈ ഏറ്റവും കുഞ്ഞായിട്ട് നടന്നപ്പോൾ ആഗ്രഹിച്ചിരുന്നതായിരിക്കാം, അദ്ദേഹം കിട്ടിയിരുന്നതും ആയിരിക്കാം കുട്ടികൾക്ക് കൊടുക്കുന്നത്. കുട്ടികളെ ഏത് നേരവും കുട്ടികളുടെ കൂടെയായിരുന്നു. ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം കുട്ടികളുടെ കൂടെ ഒരു കുട്ടിയാവും, അങ്ങനെയായിരുന്നു. പിന്നെ അമ്മ, അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളുടെയും ഉറവിടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. കൊച്ചിലേ തൊട്ട് കഥ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിനെ കഥാകാരനായിട്ട് മാറ്റിയത് എൻ്റെ അമ്മ ദേവകി അമ്മയാണ് എന്ന് പറഞ്ഞാൽ. ആ അമ്മ ശരിക്കും കൃഷ്ണനും ദേവകിയും പോലെ തന്നെ അമ്മയും മകനും തമ്മിൽ ഏതുനേരം അത്ര അടുപ്പമായിരുന്നു. അത് ഇടയ്ക്ക് കൊച്ചിലെ ഒരു വല്ലാത്തൊരു അസുഖം വന്നു, നടക്കാൻ ഓടി നടന്ന കുട്ടിക്ക് പെട്ടെന്ന് കാലൊക്കെ വന്ന് പഴുത്ത് നടക്കാൻ പറ്റാതെയായി. അമ്മ എഴുന്നേരവും കുഞ്ഞിനെ എടുത്തുകൊണ്ട് കഥയും പറഞ്ഞ് പാട്ടും കേട്ട്, പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സംഗതി പാട്ട് കേൾക്കലായിരുന്നു. അപ്പം അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇറങ്ങാതെ, താഴെ കുട്ടികളുണ്ടായിട്ടും താഴെ 2 പേരുണ്ട് എങ്കിലും ഏറ്റവും അധികം അമ്മ ലാളിച്ചൊരു മോനായിരുന്നു അത്. അതുപോലെ തന്നെ അമ്മയ്ക്കും മോനും അമ്മയും പെങ്ങന്മാരോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കും അതുപോലെ അവരോട്, അദ്ദേഹത്തിനോട് താല്പര്യമുള്ളവരിനോടൊക്കെ എനിക്കും താല്പര്യമായിരുന്നു. അത് എന്താ പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനൊക്കെയില്ല. അതാണ് ഞാൻ പറഞ്ഞ, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. സിനിമയുടെ കാര്യം വേണമെങ്കിൽ പറയാം. നവംബറിൻ്റെ നഷ്ടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എല്ലാ പടങ്ങളും ഇഷ്ടമാണ്. നവംബറിൻ്റെ നഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണെന്ന് വേണമെങ്കിൽ പറയാം. കഥകളുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാൻ ശരിക്കും അറിയില്ല. ഇല്ല, തിരക്കഥ എഴുതി കഴിഞ്ഞിട്ട് എന്നെയാണ് കാണിക്കുന്നത്. ഞാനാണിത് പകർത്തി എഴുതുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് എനിക്കിഷ്ടമില്ലാത്ത ഭാഗം വന്നാൽ ശരിയായില്ല എന്ന് ഞാൻ പറയും. അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാവുന്നതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിവരമില്ല, അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് എത്ര 100ാമത്തെ പ്രാവശ്യമാണ് ഇത് എല്ലാവരോടും പറയുന്നത്. 34 കൊല്ലമായിട്ട് ഇൻ്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലെത്ര പ്രാവശ്യം എവിടെയൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത്. അമ്മയെ കാണിക്കും, എല്ലാം എഴുതി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വായിക്കാൻ കൊടുക്കും. അങ്ങനെ ഒരു ഞങ്ങൾ വായിച്ച് അവസാനം ആയിക്കഴിഞ്ഞാൽ അച്ഛനും 2 മക്കളും ഞാനും കൂടി ഇരുന്നാണ് തിരക്കഥ, അവസാനത്തെ തിരക്കഥയൊക്കെ അങ്ങനെയാണ് വായിക്കുന്നത്. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ 200ാമത്തെ പ്രാവശ്യം പറയാൻ പോവുകയാണ്. ആ പടം എടുക്കാൻ പോയപ്പോൾ നേരത്തെ തൊട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ കാണാമറയത്തുള്ളതിനെ കുറിച്ചൊക്കെ എഴുതാൻ ഞാൻ പറഞ്ഞല്ലോ കൊച്ചിലേ തൊട്ട് അമ്മ കഥ പറഞ്ഞു കൊടുത്തിട്ട് പല യക്ഷി, ഗന്ധർവൻ അങ്ങനത്തെ ഉള്ള സങ്കല്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ചൊരു പടം എടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോൾ പറയുമ്പോഴും ഞാൻ പറയും നമ്മൾ മാത്രമേ പടം കാണാനുണ്ടാവുള്ളൂ, പഴം എഴുതിയ ഓടില്ല എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് അതിനെ വേണ്ട എന്ന് പറഞ്ഞ് നിർത്തുമായിരുന്നു. പക്ഷെ അവസാനമായപ്പോൾ പറഞ്ഞു, നിങ്ങളെന്നാണ് എന്നോട് പറയുന്നത്, നിങ്ങളിനി ഒന്നും പറയണ്ട, ഞാൻ അവനെ കാറ്റാൻ പോവുകയാണെന്നും പറഞ്ഞിട്ടാണ് ഗന്ധർവൻ എഴുതിയത്. പക്ഷെ അത് തുടക്കം മുതലെല്ലാം ഇങ്ങനെ മുടക്കങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആദ്യം തന്നെ പ്രൊഡ്യൂസർ മാറി. മണ്ണിൽ മുഹമ്മദായിരുന്നു പ്രൊഡ്യൂസർ, അത് ഗുഡ് നൈറ്റ് മോഹനായി. പിന്നെ എന്തിനു പറയണം, അതിൻ്റെ തുടക്കം മുതൽ ഒരുപാട് മുടക്കങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കാട്ടുമാടൻ നാരായണൻ എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ ചാത്തൻ മടങ്ങൾ കാണാൻ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ള എല്ലാ
100 ചില്ലാനം ജാത്തപടങ്ങൾ അദ്ദേഹം പോയി കണ്ടിട്ട് വന്നു. അപ്പം കാട്ടുമാടൻ നാരായണൻ എന്ന് അദ്ദേഹം പറഞ്ഞു, അശരീരികളെ തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഒരു പൂജയൊക്കെ നടത്തി. അദ്ദേഹം എഴുതുന്നൊരു ഫ്ലാറ്റുണ്ട് നമുക്ക്, അദ്ദേഹം വാങ്ങിച്ചു തന്നെ. ആ ഫ്ലാറ്റിൽ ഒരു പൂജയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ എന്തെങ്കിലും ദോഷം വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ദൈവനിശ്ചയത്തിന് അപ്പുറത്തൊന്നും പോയില്ല. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ 40-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. മൂത്ത ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 48-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അദ്ദേഹം 45 കഴിഞ്ഞ് 46 അതിന് മുമ്പ് പോയി. അപ്പോൾ ഇതെല്ലാം ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഒന്നിനെയും തടയാനൊക്കില്ല, നമ്മൾ സഹിച്ചേ ഒക്കുകയുള്ളൂ. പിന്നെ ദൈവാധീനം കൊണ്ട് എനിക്ക് ജോലിയില്ല, വീട്ടിൽ നിന്നൊന്നും കൊണ്ട് ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ മക്കളെ ഒരു വിധത്തിലും മക്കൾക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല. അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും റോയൽറ്റി, ഇഷ്ടം പോലെ റോയൽറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പൈസ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ വളരുന്നതും ജീവിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന്. പിന്നെ അവരൊക്കെ നല്ല പിള്ളേരാണ്. എനിക്ക് 2 നല്ല മക്കളെയാണ് ദൈവം തന്നത്. നന്നായിട്ട് പഠിക്കാനും മാത്രമല്ല, അവർക്ക് അവർക്കറിയാം അച്ഛനില്ലാത്തതിൻ്റെ കഷ്ടം എന്താണെന്ന് അവർക്കറിയാം. അതറിയുന്ന മക്കളെയാണ് എനിക്ക് കിട്ടിയത്.